വളരെ വിചിത്രമായ ഒരു കൊലപാതകത്തിൻ്റെ വിശദാംശങ്ങളിലേക്കാണ് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. അമേരിക്കയിലെ അരിസോണ പട്ടണം, അവിടെ അടുത്ത് ഫിനിക്സ് എന്ന് പറയുന്നൊരു സ്ഥലത്ത് ന്യൂ റിവർ ബൈബിൾ ചർച്ച് എന്ന പേരിലൊരു സഭയുണ്ട്. ആ സഭയുടെ പാസ്റ്ററായിരുന്ന 76 വയസ്സുള്ള പാസ്റ്റർ വില്യം ബിൽ ഷോനെമാൻ അതിക്രൂരമായി കൊല്ലപ്പെട്ടു. അരിസോണയിലെ ഫിനിക്സിൽ അദ്ദേഹത്തിൻ്റെ ചെറിയ ഗ്രാമീണ വീട്ടിൽ ക്രൂശിക്കപ്പെട്ട് കൊല്ലപ്പെട്ട നിലയിലാണ് അദ്ദേഹത്തെ കണ്ടെത്തിയത്. കുരിശിൽ തറച്ചതിന് സമാനമായിരുന്നു ആ കൊലപാതകം എന്നത് എല്ലാവരെയും ഞെട്ടിച്ചു. അദ്ദേഹത്തിൻ്റെ കൈകൾ ഭിത്തിയോട് ചേർത്ത് ആണി തറച്ച നിലയിൽ ബെഡിൽ കിടക്കുന്നതായിട്ടാണ് പോലീസ് കണ്ടെത്തിയത്. മരുഭൂമിയിലെ മുൾച്ചെടികൾ കൊണ്ട് ഒരു കിരീടമുണ്ടാക്കി പാസ്റ്റർ തലയിൽ വെക്കുകയും ചെയ്തിരുന്നു. യേശുവിനെ ക്രൂശിച്ചതിന് സമാനമായ നിലയിൽ ഇതൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നതാണ് കണ്ടത്. പ്രിയപ്പെട്ടവരും സഭാംഗങ്ങളുമെല്ലാം പാസ്റ്റർ ബിൽ എന്ന് സ്നേഹത്തോടെ വിളിച്ചിരുന്ന പാസ്റ്റർ ഷോനെമാൻ പതിറ്റാണ്ടുകളായി തൻ്റെ ഈ സഭയിൽ ശുശ്രൂഷിക്കുകയും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ജനങ്ങളെയൊക്കെ സഹായിക്കുകയും അയൽക്കാരോടൊക്കെ നല്ല സൗഹൃദം പാലിക്കുകയും ചെയ്യുന്ന ഒരു മനുഷ്യനായിരുന്നു. അതുകൊണ്ട് തന്നെ ആ പ്രദേശത്തുള്ള ആരെങ്കിലും ആയിരിക്കും ഈ മരണത്തിന് പുറകിലെന്ന് ചിന്തിക്കുവാൻ പോലും ആർക്കും സാധിക്കുകയില്ലായിരുന്നു. മാത്രവുമല്ല, ഇതൊരു ചെറിയ കമ്മ്യൂണിറ്റിയാണ്, ചെറിയൊരു സമൂഹം. വളരെ കുറച്ച് ആളുകൾ മാത്രമേ ആ ഗ്രാമത്തിൽ താമസിക്കുന്നുള്ളൂ. പാസ്റ്റർ ബില്ലിൻ്റെ മരണവാർത്ത ഈ സമൂഹത്തെ ആകമാനം ഞെട്ടിച്ചു. അവരെല്ലാം വലിയ ഭീതിയിലായിപ്പോയി. തങ്ങളുടെ പ്രിയപ്പെട്ട ഈ പാസ്റ്ററെക്കുറിച്ച് സഭയിലെ വിശ്വാസികൾ പറയുന്നത് അദ്ദേഹം ഞങ്ങൾക്കിടയിലെ ഒരു മാലാഖയായിരുന്നെന്നാണ്. ആളുകളെ അവരുടെ ദുരിതങ്ങളിൽ ചെന്ന് കണ്ട് സഹായിക്കുകയും അവരുടെ പ്രശ്നങ്ങളിൽ നിന്ന് അവരെ മുന്നോട്ട് കൊണ്ടുവരുവാനായിട്ട് പരിശ്രമിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു നല്ല പാസ്റ്റർ. ഈ വിചിത്രമായ കൊലപാതകത്തിൽ മതപരമായ ഒരു സിംബോളിസം ഉണ്ടെന്ന് പോലീസ് ആദ്യം തന്നെ ശ്രദ്ധിച്ചിരുന്നു. അതിനാൽ തന്നെ ഈ കൊലപാതകം മതപരമായ എന്തെങ്കിലും വിശ്വാസത്താലോ പ്രേരണയാലോ ഒക്കെ നടന്നതായിരിക്കാമെന്ന് പോലീസ് അനുമാനിച്ചു. വളരെ പെട്ടെന്ന് ഏതാനും ആഴ്ചകൾക്കകം തന്നെ ആ ഗ്രാമത്തിന് പുറത്തു നിന്നുള്ള ഒരാളാണ് ഈ കൃത്യം ചെയ്തതെന്ന് പോലീസ് തിരിച്ചറിഞ്ഞു. അയാളുടെ പേരവർ കണ്ടെത്തി ആദം ക്രിസ്റ്റഫർ ഷീഫ്. കാലിഫോർണിയയിൽ നിന്നുള്ള 51 വയസ്സുകാരനായ ഒരു ഡ്രിഫ്റ്റർ, അതായത് അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഒരാൾ. പോലീസ് റെക്കോർഡുകൾ അനുസരിച്ച് നിരവധി കേസുകളിൽ പ്രതി ചേർക്കപ്പെട്ട 94 മാസത്തെ ശിക്ഷ വിധിക്കപ്പെട്ട ഒരു മനുഷ്യനാണ് ഇയാൾ. 54 മാസം അയാൾ ഫെഡറൽ ജയിലിൽ കിടക്കുകയും ചെയ്തു. മോഷണം, ഡൊമസ്റ്റിക് വയലൻസ് എന്നിവയുൾപ്പെടെ നീണ്ടൊരു ക്രിമിനൽ പശ്ചാത്തലം ഇയാൾക്കുണ്ട്. സെഡോണ ഏരിയയിൽ നടന്ന നിരവധി മോഷണങ്ങളിലും ഇയാൾക്ക് പങ്കുള്ളതായി പോലീസ് സംശയിച്ചു. പാസ്റ്റർ ബില്ലിൻ്റെ മൃതദേഹം കണ്ടെത്തി ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ മോഷ്ടിച്ച ഒരു ട്രക്ക് ഓടിച്ചുകൊണ്ട് സെഡോണയിലൂടെ യാത്ര ചെയ്യുകയും ഷീഫിനെ പോലീസ് തടയുകയും ചോദ്യം ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്നു. ഇയാൾ അരിസോണ മരുഭൂമിയിൽ എവിടെയോ ആണ് താമസിച്ചിരുന്നത്. കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു കഴിഞ്ഞപ്പോൾ അയാൾ തൻ്റെ കാര്യങ്ങളെല്ലാം വിശദീകരിച്ചു. പോലീസ് അയാളുടെ കുടുംബത്തെ തേടിച്ചെന്നു. ഷീഫിൻ്റെ കുടുംബം ഞെട്ടിക്കുന്ന ചില വിവരങ്ങളാണ് പോലീസിനോട് പറഞ്ഞത്. പ്രധാനമായും ബൈബിളിലെ പഴയ നിയമത്തിൽ അമിതമായ താല്പര്യം ഇയാൾക്കുണ്ടെന്നും ഭക്തിയുടെ അടയാളമായി തൻ്റെ കഴുത്തിൽ യാഹ്വേ എന്ന പേര് ടാറ്റു ചെയ്തിരുന്നെന്നും അവർ വെളിപ്പെടുത്തി. ദൈവവുമായി തനിക്ക് നേരിട്ട് ബന്ധമുള്ളവനാണെന്ന് എല്ലാവരും തിരിച്ചറിയണമെന്ന് അയാൾ ആഗ്രഹിച്ചിരുന്നത്രേ. ഫിനിക്സിലെ കൊക്കോണിനോ ജയിലിൽ അടയ്ക്കപ്പെട്ട ഈ ഷീഫിനെ പോലീസ് നിരന്തരമായി ചോദ്യം ചെയ്തു. ആ ചോദ്യം ചെയ്യലിൽ ഈ കൊലപാതകം, ഈ കുറ്റകൃത്യം അയാൾ വിശദമായി വിവരിക്കുകയും താനാണിത് ചെയ്തതെന്ന് സമ്മതിക്കുകയും ചെയ്തു. അയാൾ ഇപ്രകാരമാണ് പറഞ്ഞത്: ഞാൻ ഫിനിക്സിൽ നിന്ന് ഈ പാസ്റ്ററുടെ വീട്ടിലേക്ക് ഞായറാഴ്ച രാത്രി ഏകദേശം 2 മണിക്ക് എത്തിച്ചേരുകയായിരുന്നു. എന്നിട്ട് അയാളെ ഞാൻ എക്സിക്യൂട്ട് ചെയ്തു. വളരെ അവിചാരിതമായിട്ടാണ് ഈ പാസ്റ്ററിലേക്ക് ഈ കൊലപാതകി എത്തിച്ചേരുന്നത്. സത്യത്തിൽ ഫിനിക്സിലുള്ള മറ്റൊരു കത്തോലിക്ക പുരോഹിതനെ വധിക്കാനായിട്ട് അയാൾ പിന്തുടർന്നിരുന്നു. അത് ഏപ്രിൽ 20-ാം തീയതി ഈസ്റ്റർ ദിവസത്തിലായിരുന്നു. പക്ഷേ ധാരാളം ആളുകൾ ആ പ്രദേശത്തേക്ക് വന്നതുകൊണ്ട് അന്ന് അയാൾക്ക് ആ കൃത്യം നിർവഹിക്കുവാൻ സാധിച്ചില്ല. പിന്നീട് വളരെ അവിചാരിതമായിട്ട് ഈ പാസ്റ്റർ ഷോനെമാനെ കണ്ടെത്തുകയാണ്. അതായത് ഷോനെമാൻ തൻ്റെ സഭയിലെ ഒരു ബൈബിൾ സ്റ്റഡി കഴിഞ്ഞ് രാത്രി വീട്ടിലേക്ക് പോകുമ്പോൾ ഇയാൾ കണ്ടുമുട്ടുകയായിരുന്നു. യാതൊരു മുൻപരിചയവുമില്ലാത്ത ഈ പാസ്റ്റർ ഷോനെമാൻ്റെ വീട്ടിൽ ചെന്ന് അയാളെ വകവരുത്തിയ ശേഷം കട്ടിലിൽ നിന്ന് വലിച്ച് ഭിത്തിയോട് ചേർത്ത് കൈകൾ നൂർത്തി വെച്ച് അതിൽ ആണികൾ അടിച്ച് തറച്ചതിനെക്കുറിച്ചും മുൾച്ചെടികൾ പറിച്ചു കൊണ്ടുവന്ന് കിരീടമുണ്ടാക്കി തലയിൽ അണിയിച്ചതിനെക്കുറിച്ചുമൊക്കെ അയാൾ നിർവികാരനായി തന്നെ വിവരിച്ചു.
കൊലപാതകത്തിൽ തനിക്ക് യാതൊരു കുറ്റബോധവുമില്ലെന്ന് ഷീഫ് പറയുന്നു. എൻ്റെ പ്രവൃത്തികൾക്ക് ഞാൻ മാപ്പ് ചോദിക്കുമോ? തീർച്ചയായുമില്ല, അയാൾ പ്രഖ്യാപിച്ചു. തൻ്റെ പ്രവൃത്തിയിൽ യാതൊരു കുറ്റബോധവുമില്ലാത്ത ഈ മനുഷ്യൻ പോലീസിനോട് വിചിത്രമായ ഒരു ആവശ്യം ഉന്നയിച്ചു. എന്നെ നിങ്ങൾ വധശിക്ഷയ്ക്ക് വിധേയനാക്കണം. ഇപ്പോൾ തന്നെ നിങ്ങളത് ചെയ്തോളൂ, കോടതിയിലൊന്നും പോകേണ്ട കാര്യമില്ലല്ലോ. എനിക്ക് വളരെ സന്തോഷമാണ്. അത് കേൾക്കുന്ന പൊതുജനങ്ങൾക്കും ഈ പാസ്റ്ററുടെ കുടുംബാംഗങ്ങൾക്കുമൊക്കെ അത് സന്തോഷമാവുകയും ചെയ്യും. ഞാനൊരു ലക്ഷ്യത്തിനു വേണ്ടി മരിക്കാൻ തയ്യാറാണ്, അയാൾ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരുന്നു. എന്നാൽ ഈ കഥയിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതൊന്നുമല്ല. ഈ കൊലപാതകി ഷീഫ് താൻ രാജ്യവ്യാപകമായി ഒരു ഹിറ്റ് ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടെന്നും അതനുസരിച്ച് 10 സംസ്ഥാനങ്ങളിലായി 16 ക്രിസ്ത്യൻ നേതാക്കളെ സമാനമായ നിലയിൽ കൊലപ്പെടുത്തുവാൻ പദ്ധതി ഇട്ടിട്ടുണ്ടെന്നും പറഞ്ഞപ്പോൾ പോലീസ് അത്ഭുതപ്പെട്ടു പോയി. എൻ്റെ ലിസ്റ്റിലെ ആദ്യത്തെ ആളായിരുന്നു പാസ്റ്റർ ഷോനേമാൻ. ഞാൻ ഫിനിക്സിൽ തുടങ്ങി ഫിനിക്സിൽ തന്നെ അവസാനിപ്പിക്കുവാനാണ് ഉദ്ദേശിച്ചത്. രാജ്യത്തുടനീളമായി 10 സംസ്ഥാനങ്ങളിൽ 10 നഗരങ്ങൾ ഞാൻ തിരഞ്ഞെടുത്തു. 14 പാസ്റ്റർമാരെ ഞാൻ ലക്ഷ്യമിട്ടിരുന്നു. അവരുടെ എല്ലാം ലിസ്റ്റ് എൻ്റെ കയ്യിലുണ്ട്. അരിസോണ പോലീസ് അത് കേട്ട് ഞെട്ടിപ്പോയി എന്നുള്ളതാണ് വാസ്തവം. ഫിനിക്സിന് ശേഷം അമേരിക്കയിലെ പ്രമുഖ നഗരങ്ങളായ ലാസ് വേഗാസ്, പോർട്ട്ലാൻഡ്, സിയാറ്റിൽ, ബില്ലിങ്സ്, ഡെട്രോയിറ്റ്, ന്യൂയോർക്ക്, ഷാർലറ്റ്, മൊബൈൽ, ബ്യൂമോണ്ട്, എൽപാസോ എന്നിങ്ങനെ 10 നഗരങ്ങൾ അയാൾ ലിസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അവിടെയുള്ള പാസ്റ്റർമാരുടെ പേരുകൾ ഏതൊക്കെയാണെന്ന് പോലീസ് ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല. ഇനി എന്താണ് ഇയാൾ ഇങ്ങനെ ഒരു കുറ്റകൃത്യത്തിലേക്ക് എത്തിപ്പെടുവാൻ കാരണമായത്? അയാളെ എന്താണ് ഇതിനു വേണ്ടി പ്രേരിപ്പിച്ചത്? ഈ ഷീഫ് തൻ്റെ കുറ്റകൃത്യങ്ങളെല്ലാം ഒരു ദൈവികമായ ഇടപെടലുകൾ കൊണ്ടുണ്ടായ ദൗത്യങ്ങളാണെന്നാണ് വിശ്വസിക്കുന്നത്. ഈ മെയിൻ സ്ട്രീം ക്രിസ്ത്യാനിറ്റി ചെയ്യുന്നതെല്ലാം തെറ്റാണെന്ന് അയാൾ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരുന്നു. ക്രിസ്ത്യാനിറ്റി തെറ്റാണ്, പുതിയ നിയമവും തൃത്വ ഉപദേശവും എല്ലാം തെറ്റിദ്ധാരണകളാണ്. അയാൾ ABC ന്യൂസ് റിപ്പോർട്ടോട് ഇപ്രകാരമാണ് പറഞ്ഞത്: ഞാൻ പഴയ നിയമത്തിലാണ് വിശ്വസിക്കുന്നത്. സഭയിൽ നിന്ന് തിന്മയെ നീക്കം ചെയ്യുക എന്നുള്ളതാണ് ദൈവം എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം. അയാളുടെ വാക്കുകൾ ഭയത്തോടെയാണ് ജനങ്ങൾ കേട്ടത്. ഇസ്രായേലിനെ തിന്മയിൽ നിന്ന് മുക്തമാക്കുവാനുള്ള ഒരു കമാൻഡ്മെൻറ്റ്, അതായിരുന്നു എൻ്റെ ദൗത്യം. എല്ലാ ക്രിസ്ത്യാനികളോടും എനിക്ക് വെറുപ്പില്ല. ക്രിസ്ത്യാനികളെ വഴിതെറ്റിക്കുന്ന പാസ്റ്റർമാരോടും പുരോഹിതന്മാരോടും മതനേതാക്കളോടുമൊക്കെയാണ് എനിക്കുള്ള എതിർപ്പ്, അയാൾ തുറന്നു പറയുന്നു. ഷീഫ് തൻ്റെ ഓപ്പറേഷൻ ഫസ്റ്റ് കമാൻഡ്മെൻറ്റ് എന്ന പേരും നൽകിയിട്ടുണ്ട്. ബൈബിളിലെ 1-ാം കൽപ്പന നടപ്പാക്കുവാനുള്ള ഒരു മാർഗമായാണ് അയാൾ ഈ കൊലപാതകങ്ങളെയെല്ലാം വിശേഷിപ്പിക്കുന്നത്. വേദപുസ്തകത്തിലെ അക്രമാസക്തമായ പല ഭാഗങ്ങളും അയാൾ ഉച്ചരിക്കുന്നുണ്ട്. ഇതൊരു ദൈവിക വേലയാണ്, ദൈവം ഏൽപ്പിച്ച ദൗത്യമാണ് എന്നൊക്കെ ഒരു ആത്മവിശ്വാസമാണ് വിചിത്രമായ നിലയിൽ അയാൾ പ്രകടിപ്പിക്കുന്നത്. ഏതായാലും പോലീസിൻ്റെ സമയോചിതമായ ഇടപെടൽ കൊണ്ടും കുറ്റവാളിയെ പെട്ടെന്ന് കണ്ടെത്തുവാൻ സാധിച്ചതുകൊണ്ടും അറസ്റ്റ് ചെയ്യുവാൻ സാധിച്ചതുകൊണ്ടുമൊക്കെ അമേരിക്കയിൽ നടക്കാമായിരുന്ന ഒരു സീരിയൽ കൊലപാതകങ്ങൾ ആണ് നടക്കാതെ പോയത്. പോലീസ് അതിനാണ് തടയിട്ടിരിക്കുന്നത്. ഈ ന്യൂ റിവർ സമൂഹം, അവിടെയുള്ള വിശ്വാസികൾ, ആ സഭ എല്ലാം ഈ പാസ്റ്ററെ നല്ലൊരു മനുഷ്യനായി, ആ സഭയുടെ ഏറ്റവും പ്രിയപ്പെട്ടവനായി ആദരിക്കുന്നു. അമേരിക്കയിലെ മാധ്യമങ്ങളെല്ലാം ഈ സംഭവത്തിന് വലിയ പ്രാധാന്യമാണ് നൽകിയിരിക്കുന്നത്. ധാരാളം ചർച്ചകളും ഇതുമായി ബന്ധപ്പെട്ട് നിരവധി റിപ്പോർട്ടുകളും എല്ലാം പുറത്തു വന്നു. ഇതെല്ലാം ഈ പ്രതി ആസ്വദിക്കുന്നതായിട്ടാണ് സാധാരണഗതിയിൽ ജനങ്ങൾക്ക് മനസ്സിലായത്. സഭ അത് തുറന്നു പറയുകയും ചെയ്തു. ഈ പ്രതി അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്ന മാധ്യമ ശ്രദ്ധ നന്നായി ആസ്വദിക്കുന്നുണ്ട്. അതാണ് ഞങ്ങൾ ഇപ്പോൾ മനസ്സിലാക്കുന്നത്. പാസ്റ്റർ ഷോനേമാൻ്റെ കുടുംബം പറയും, ഇങ്ങനെ ഒരു ക്രൂരകൃത്യം ചെയ്ത ഒരു പ്രതിയുടെ ആശയങ്ങൾ പത്രമാധ്യമങ്ങളിലൂടെ വെളിപ്പെടുത്തപ്പെടുന്നത് നിരവധി ആളുകൾക്ക് ഇങ്ങനെയുള്ള കൃത്യങ്ങൾ ചെയ്യുവാൻ ഒരു പ്രേരണയാകുമോ എന്ന് പോലും പലരും സംശയിക്കുന്നുണ്ട്. ഏതായാലും 2025 ജൂൺ അവസാനത്തോടെ കൊക്കോണിനോ കൗണ്ടി ജയിലിൽ ഇദ്ദേഹത്തിൻ്റെ വിചാരണ ആരംഭിക്കും. അദ്ദേഹത്തിന് എന്ത് ശിക്ഷ കിട്ടുമെന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. ഇപ്പോൾ അരിസോണയിലെ പോലീസ് അവിടെയുള്ള മതപുരോഹിതന്മാർക്കും പാസ്റ്റേഴ്സിനുമൊക്കെ കൂടുതൽ സംരക്ഷണം ഒരുക്കിയിട്ടുണ്ടെന്ന് അറിയിക്കുന്നു. ആദം ഷിഫിൻ്റെ കഥ ഒരു പാസ്റ്ററുടെ ക്രൂരമായ കൊലപാതകവും രാജ്യവ്യാപകമായ ഒരു ഹിറ്റ് ലിസ്റ്റിൻ്റെ ചുരുളഴിയലുമൊക്കെയായി അരിസോണയെ ഞെട്ടിക്കുകയും ദേശീയ തലത്തിൽ തന്നെ ചർച്ചയാവുകയും ചെയ്തു. 2 ആഴ്ചയ്ക്കുള്ളിൽ ഇൻവെസ്റ്റിഗേറ്റർമാർ ഭയാനകമായ സംഭവങ്ങളുടെ ഒരു ശൃംഖല കൂട്ടിച്ചേർത്ത് തീവ്രവാദ ചിന്താഗതിയുള്ള മാനസിക നില തെറ്റിയ ഒരു കുറ്റവാളിയെ കണ്ടെത്തുകയും അയാളെ ജയിലിലടയ്ക്കുകയും ചെയ്തു എന്നുള്ളത് ഏറ്റവും അഭിനന്ദനാർഹമായ കാര്യമാണ്. ഇവിടെ ഷീഫ് എന്ന ഈ കുറ്റവാളി
അയാളുടെ മാനസിക നില തെറ്റിയ ഒരു മനുഷ്യൻ അയാൾ ചെയ്യുന്ന അക്രമങ്ങൾക്കും കൊലപാതകത്തിനുമൊക്കെ ബൈബിളിൻ്റെയും ദൈവത്തിൻ്റെയും ഒക്കെ പിന്തുണ തനിക്കുണ്ടെന്ന് ചിന്തിക്കുകയും അങ്ങനെ പ്രവർത്തിക്കുകയും ചെയ്യും. അയാളുടെ മാനസിക നിലയിലുള്ള വൈകല്യമാണ് ഇത് ചൂണ്ടിക്കാണിക്കുന്നത്. ഒരുപക്ഷെ കോടതി അത് പരിഗണിച്ച് ഇയാളെ ശിക്ഷയിൽ നിന്ന് ചിലപ്പോൾ വിടുവിച്ചേക്കാം. വീണ്ടും ആക്രമണകാരിയായി അയാൾ സമൂഹത്തിലേക്ക് ഇറങ്ങാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒപ്പം പാസ്റ്റർ ബിൽ ഷോനേമാൻ്റെ കുടുംബത്തെയും ആ സഭയെയും ദൈവം ആശ്വസിപ്പിക്കട്ടെ എന്നും നമുക്ക് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ മക്കൾക്ക് വിവാഹപ്രായമായോ? അവർക്കൊരു ജീവിത പങ്കാളിയെ അന്വേഷിച്ചു തുടങ്ങിയോ? നിങ്ങളെ സഹായിക്കുവാൻ ഞങ്ങൾ തയ്യാറാണ്. ഹാലലുയ മാട്രിമോണിയൽ ഏറ്റവും വിശ്വസ്തമായും ഏറ്റവും പെട്ടെന്നും നിങ്ങളുടെ മക്കൾക്ക് അനുയോജ്യമായ ദൈവഹിതപ്രകാരമുള്ള ജീവിത പങ്കാളിയെ കണ്ടെത്തുവാനുള്ള ഏറ്റവും നല്ല മാർഗമാണ്. എന്താണ് ഹാലലിയ മാട്രിമോണിയലിൻ്റെ പ്രത്യേകത? ഹാലലിയായിക്ക് എല്ലാ ദിവസവും 10-15 വാർത്തകൾ വരെ പ്രസിദ്ധീകരിക്കുന്ന ഒരു ഓൺലൈൻ സംവിധാനമുണ്ട്. ആ വാർത്തകളോട് കൂടെ നിങ്ങളുടെ മക്കളുടെ വിവാഹ പരസ്യം കൂടെ ഉൾപ്പെടുത്തുവാൻ സാധിക്കും. അങ്ങനെ ഇത് ആയിരക്കണക്കിന് 10,000-കണക്കിന് ആളുകളിലേക്ക് വളരെ പെട്ടെന്ന് എത്തിച്ചേരുന്നു. നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ ആലോചനകൾ തിരഞ്ഞെടുക്കത്തക്ക നിലയിൽ ധാരാളം ഫോൺ കോളുകൾ നിങ്ങൾക്ക് ലഭിക്കും. രണ്ടാമത്തെ കാര്യം, ഹാലലിയായിക്ക് കഴിഞ്ഞ 30 വർഷമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന പ്രിൻ്റ് എഡിഷനുണ്ട്. എല്ലാ മാസവും 1-ാം തീയതിയും 15-ാം തീയതിയും ഹാലലിയ പത്രം പുറത്തിറങ്ങുന്നു. ആയിരക്കണക്കിന് വരിക്കാരിലേക്ക് അതെത്തുന്നു. ഈ പത്രത്തിലും ഈ മാട്രിമോണിയൽ പരസ്യം ഞങ്ങൾ ഉൾപ്പെടുത്തുന്നു. ഈ 2 സംവിധാനത്തിലൂടെ 10,000ങ്ങളിലേക്ക് നിങ്ങളുടെ മക്കളെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ എത്തിച്ചേരുമ്പോൾ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് അനുയോജ്യമായ ആലോചനകൾ ലഭിക്കുന്നു. ദൂരെ എങ്ങും പോകണ്ട. നിങ്ങൾ ഇതോടൊപ്പമുള്ള നമ്പറിലേക്ക് നിങ്ങളുടെ മക്കളുടെ പ്രൊഫൈലും ഫോട്ടോയും അയച്ചു തരിക. ഇന്ന് തന്നെ ഇതിൽ രജിസ്റ്റർ ചെയ്യുവാൻ സാധിക്കും. വളരെ കുറഞ്ഞ ചെലവിൽ നിങ്ങളുടെ മക്കൾക്ക് അനുയോജ്യമായ വിവാഹാലോചന കണ്ടെത്തുവാൻ സാധിക്കും. അത് കേരളത്തിൽ മാത്രമല്ല, ലോകമെങ്ങുമുള്ളവർക്ക് ഈ സംവിധാനം ഉപയോഗിക്കാവുന്നതാണ്.